ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ഒരുപാട് സിനിമയ്ക്ക് 100, 125, 150 കൊല്ലത്തെ ചരിത്രം നമ്മളിപ്പോ പറയുന്നു. നമ്മുടെ ചരിത്രം പറയുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ, അവരെന്താ ചെയ്തതെന്ന് മനസ്സിലാക്കാം. പറയുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും. ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു 18 വർഷം പഠിക്കണം, 20 വർഷം പഠിക്കണം. സാറേ, ഇത്രയൊക്കെ പഠിച്ചിട്ട് 95% പൊട്ടി നാറുകയാണല്ലോ സാറേ. അല്ല, ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമയുടെ 95% പൊട്ടി നാറുകയാണല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവും. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് ഞാൻ പറയട്ടെ സാർ, ഇവിടെ ഇപ്പൊ മലയാള സിനിമ പിടിച്ചില്ല. എന്താണ് സാർ പ്രശ്നം? അല്ല, ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ? ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണുമ്പോൾ കണ്ണു പൊത്തിയാൽ മതി. ഇപ്പൊ എവിടെ പൊത്തണ്ടേ സാർ? ഒരു കുടുംബ സമയത്ത് സിനിമ കാണാൻ പറ്റുമോ? ഇതാണ് അങ്ങനെ പഠിച്ച് എന്ന് പറയുന്നത്. സന്തോഷം. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ ആ കാലത്തെ ന്യൂ ജനറേഷൻ സിനിമയാണ്. തീർച്ചയായും പ്ലീസ്. അതുപോലെ തന്നെ വാനപ്രസ്ഥം ഈ കാലത്ത് ന്യൂ ജനറേഷൻ സിനിമയാണ്. അല്ല പ്ലീസ്. സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായി സിനിമ എടുക്കാം. സാർ പറഞ്ഞ് തെറ്റാണ്, ഒന്നും വിചാരിക്കരുത്. എക്സ്പീരിയൻസ് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ അവിടെ പടരുന്നത്. നിങ്ങൾ പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ആയില്ല ആളുകൾ എഴുതുന്ന പാട്ടുകൾ ഹിറ്റാവുണ്ട്. എക്സ്പീരിയൻസ് ആവുന്ന മ്യൂസിക് ആണ് സാർ. എക്സ്പീരിയൻസ് വലുതാണ്, പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ മാത്രമാകൂ എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അതല്ല, ഈ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് അങ്ങനെ നിൽക്കുള്ളൂ. ഞാൻ പോണു.